കഴിഞ്ഞ വീഡിയോ ഇവനെ കണ്ടിട്ടല്ലേ നിർത്തി. ഇവനാണ് ലൈക്ക. ഇവൻ ഹോസ്റ്റലിലുള്ളതാണ് കേട്ടോ. വലിയ മൈൻഡൊന്നും ഇല്ല ആൾക്ക്. കുറേ ആൾക്കാർ വിളിച്ചല്ലോ, അവൻ മൈൻഡാക്കാതെ അവൻ്റെ വഴിക്ക് പോകും. അപ്പോൾ പിന്നെ ഫ്രഷ് ആയിട്ട് ലേയിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലം ലേ മാർക്കറ്റിലോട്ട് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഓൺ ദ വേ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പോയ സമയത്ത് മറ്റേ ലേയിലുള്ള പ്രശ്നമൊക്കെ ജസ്റ്റ് കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലേ മാർക്കറ്റ് മൊത്തമായിട്ട് ഓണൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് മോർണിംഗ് 10 to ഈവനിങ് 6 വരെ മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നൈറ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ കുറച്ച് കുറവൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അതുകൂടെ ഞങ്ങൾ ഓതൻറ്റിക്കായിട്ട് ലോക്കൽ ലേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കടയിൽ കയറി. അവിടുന്ന് ഞങ്ങൾ ബൺ മസ്ക ചായയും പിന്നെ അതിൻ്റെ ഒപ്പം തുപ്ക പറഞ്ഞിട്ടൊരു നൂഡിൽസും മേടിച്ചു. വീറ്റ് നൂഡിൽസ് ആയിട്ട് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇവരുടെ ഒരു ഓതൻറ്റിക് ഡിഷാണ്. ഫുൾ വെജിറ്റബിൾസും പിന്നെ നമ്മൾ ചിക്കൻ പറയുന്നത് ചിക്കൻ ഇട്ട് തരും. കൊള്ളായിരുന്നു, നൈസ് ഡിഷായിരുന്നു. അതിനുശേഷം ഇന്ന് വലിയ പ്ലാൻസ് ഒന്നുമില്ല, ജസ്റ്റ് ലേൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് കറങ്ങാമെന്നായിരുന്നു ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ലേയിൽ ആദ്യം കാണാൻ പോയതാണ് ശാന്തി സ്തൂപ. ഇവിടെ ബുദ്ധയുടെ ഒരു ഗോൾഡൻ സ്റ്റാച്ചുവിനെ ഒരു വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പുറത്ത് കുറേ നേപ്പാളി ചേച്ചിമാരിരുന്ന് ഓരോ സാധനങ്ങളിൽ തുന്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറേ സുവനീേഴ്സ്. അപ്പോൾ അവിടുന്ന് ഒരു കുഞ്ഞു സാധനം മേടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് വൈകുന്നേരം ആയപ്പോൾ ലേ മാർക്കറ്റിലോട്ട് തന്നെ വന്നു. അപ്പോൾ മാർക്കറ്റിലേക്ക് വന്ന മെയിൻ എയിം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു. ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വൈകുന്നേരമാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ലേ സ്റ്റൈൽ ബിരിയാണിയാണ് മേടിച്ച് കഴിച്ചത്. ഇവിടെ ഏത് ഷോപ്പിൽ കയറിയാലും പുറത്ത് ലേ മാർക്കറ്റിലോട്ടുള്ള ഒരു വ്യൂ ഉണ്ടാവും കേട്ടോ. പിന്നെ ബിരിയാണിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബിരിയാണി നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് അല്ല, അതൊരു വെറൈറ്റി ടേസ്റ്റാണ് ബിരിയാണിക്ക്. കൊള്ളാം, എന്തായാലും ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബിരിയാണിയും കഴിച്ചിട്ട് വൈകുന്നേരം ഒരു വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സിയാ.